തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് കാലാതീതമായ ആത്മീയതയുടെയും വാസ്തുവിദ്യാ മഹത്വത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്ന ഒന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ചുവർചിത്രങ്ങളും ശില്പങ്ങളും ചാരിയിരിക്കുന്ന വിഷ്ണു വിഗ്രഹം എന്നിവ ഉൾപ്പെടെ തന്നെ കേരള ദ്രാവിഡ വാസ്തുവിദ്യയുടെ ചരിത്രപരമായ മിശ്രിതം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. നാടിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ആഴത്തിൽ വേരൂന്നിയ മതപാരമ്പര്യത്തിൻ്റെയും പ്രതിഫലനമാണിത്. നഗരത്തിൻ്റെ കിഴക്കേ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കേരള ദ്രാവിഡ ശൈലികളുടെ മിശ്രിതമായ വാസ്തുവിദ്യാ ശൈലിയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം 8-ാം നൂറ്റാണ്ടിലാണ്. കേരളത്തിൻ്റെ വാസ്തുവിദ്യാ അത്ഭുതം പഴയകാല കരകൗശല വിദഗ്ധരുടെ ചാതുര്യത്തിനും കരകൗശല വൈദഗ്ധ്യത്തിനും ഒരു വന്ദനമാണ്. കല്ലിലും വെങ്കലത്തിലും നിർമ്മിച്ച അതിൻ്റെ പണിക്ക് പേരുകേട്ടതുമാണ്. കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധമായ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടമതിലിൻ്റെ കിഴക്കേ കോട്ടയുടെ വാതിലിന് അഭിമുഖമായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഈ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖമുദ്രകളിലൊന്നാണ്. തിരുവനന്തപുരത്തിലെ ഒരു ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇന്നും ഈ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ നേതൃത്വത്തിലുള്ള പത്മനാഭസ്വാമി ക്ഷേത്ര ട്രസ്റ്റാണ് സ്വത്തുക്കൾ നോക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ശേഖരിച്ചു വെച്ച വിലയേറിയ വസ്തുക്കളുടെ ഒരു ശേഖരമാണ് ഈ നിധി. ലോകമെമ്പാടുമുള്ള ഭരണാധികാരികളും വ്യാപാരികളും സംഭാവന ചെയ്ത നാണയങ്ങൾ, പ്രതിമകൾ, ആഭരണങ്ങൾ, മറ്റ് നിരവധി വിലയേറിയ പുരാവസ്തുക്കൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്ത് എത്തുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഇട ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറില്ല. എങ്കിൽ പോലും നട അടച്ചതിന് ശേഷം വന്നു കഴിഞ്ഞാൽ ഇവിടെ തീരെ ആൾ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം ഒരു ഉച്ച സമയത്താണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ വലിയ ആളുകളൊന്നും തന്നെ ഇല്ലാത്തത്. നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രലാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് പ്രാദേശിക ബസ്സുകളും ഓട്ടോകളും ടാക്സികളും എല്ലാം ലഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരത്തേക്കൊക്കെ ഒരു ടൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ഒരു സ്ഥലം ഇത് തന്നെയായിരിക്കണം. ഇത് നമ്മൾ കാണേണ്ടതും കേൾക്കേണ്ടതും അറിയേണ്ടതുമാണ്.